എല്ലാവർക്കും നമസ്കാരം. ഇതൊരു മാത്സ് ക്ലാസ് ആണ്. പക്ഷേ തിയറി പോലെ മാത്സ് പ്രോബ്ലംസ് അധികം ചെയ്യാതെ തിയറി പോലെ മാത്സ് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഈ പറയുന്ന മാത്സ് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർക്കൊക്കെ സഹായകമാവുന്ന ഒരു ക്ലാസ്സാണ്. എന്തായാലും പരീക്ഷയ്ക്ക് മാത്സ് എന്തായാലും ചോദിക്കും. അപ്പോൾ ഇതൊരു സിമ്പിൾ ക്ലാസ്സാണ്, അങ്ങനെ കണ്ടാൽ മതി. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്കിലുള്ള ക്ലാസ്സാണ്. അപ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു മുതൽ അല്ലെങ്കിൽ മുതൽ അഥവാ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഒരു കാലാവധിക്ക് നിക്ഷേപിക്കുകയോ കടം വാങ്ങുകയോ കടം കൊടുക്കുകയോ ചെയ്യുന്ന പണമാണ് പ്രിൻസിപ്പൽ. ഇപ്പോൾ പറയില്ലേ, എമൗണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ. അപ്പോൾ ഒരു ചോദ്യത്തിൽ അങ്ങനെ ആയിരിക്കും, ഒരു ഇത്ര തുക ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോൾ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിൽ സാധാരണ പലിശയിൽ ഇൻവെസ്റ്റ് ചെയ്തു, 2 വർഷം കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു കാലാവധിക്ക് നിക്ഷേപിക്കുകയോ കടം വാങ്ങുകയോ കടം കൊടുക്കുകയോ ചെയ്യുന്ന പണമാണ് പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. പലിശ എന്ന് പറയുന്നത് മുതലിന് പ്രതിഫലമായി കൊടുക്കുന്ന അധിക തുകയാണ് പലിശ, അല്ലേ? അതായത് പലിശ എന്ന് പറയുന്നത് എന്താണ്? ഈ മുതലിന് ഇപ്പോൾ ഈ പറയുന്ന 5000 രൂപ ഇട്ടു, അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ടൈം വാല്യൂ ഓഫ് മണിയൊക്കെ പറയില്ലേ, ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട പൈസ എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട് എന്നറിയണമെങ്കിൽ എന്താണ്? അതിന് കൂടിയ ആ ഒരു എക്സ്ട്രാ പൈസ ഇല്ലേ, നമ്മൾ മുതലിൻ്റെ മുകളിൽ കൂടിയ പൈസ, ആ പറയുന്നതാണ് പലിശ എന്ന് പറയുന്നത്. മുതലിന് പ്രതിഫലം, മുതലിന് ഈ 2 വർഷം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് കിട്ടിയ പ്രതിഫലം എന്താണ്? അതാണ് പലിശ. മനസ്സിലായി എന്നാണ് വിചാരിക്കുക. അപ്പോൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് വിച്ച് ഈസ് ഇൻവെസ്റ്റഡ്, അല്ലേ? എന്താണോ കൊടുത്തത്, ഇപ്പോൾ കൊടുത്തതോ വാങ്ങിയതോ ആയ പൈസയാണെന്ത് ഈ പറയുന്ന പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. പലിശ എന്ന് പറയുന്നത് എന്താ? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഈ മുതലിന് പ്രിൻസിപ്പലിനുള്ള പ്രതിഫലമാണ്, റിവാർഡാണ് എന്ത്? പലിശ എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ഞാനൊരു ഡെപ്പോസിറ്റിലേക്ക് ഇടുകയാണ് ചെയ്യുന്നതെങ്കിൽ 2 വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന അധിക തുക എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പലിൻ്റെ മുകളിലുള്ള തുക എന്താണ്? അല്ലെങ്കിൽ എൻ്റെ മുതലിൻ്റെ മുകളിലുള്ള തുക എന്താണ്? അതാണ് പലിശ. ടൈം എന്ന് പറയുന്ന കാലാവധി അല്ലെങ്കിൽ സമയപരിധി എന്നുള്ളത്, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ എന്താ? മുതലിനോടൊപ്പം അവസാനത്തിൽ ലഭിക്കുന്ന പലിശയും കൂടിച്ചേർത്ത് തൊട്ടടുത്ത വർഷം പലിശ കണക്കാക്കുന്ന രീതിയാണ് കൂട്ടുപലിശ. അതായത് ഈ വർഷത്തെ ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടി, 5% ഇൻട്രസ്റ്റ് കിട്ടി. ഇപ്പോൾ 10%, 100ന് 10% എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്. അപ്പോൾ 110 രൂപ എനിക്ക് ഈ വർഷമാവും. അപ്പോൾ അത് ഞാൻ കൂട്ടിയിട്ട് അടുത്ത വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? 110ന് മുകളിൽ 10% കിട്ടുന്നതാണ് എന്ത്? ഈ പറയുന്ന കൂട്ടുപലിശ എന്ന് പറഞ്ഞത്. അതായത് മുതലെന്ന് പറയുന്നത് ഇവിടെ 100 രൂപയാണ്, അതിന് വർഷാവസാനത്തിൽ 10% പലിശ നിരക്കെങ്കിൽ നമുക്ക് കിട്ടുന്നത് എത്ര? 110 രൂപ കിട്ടും, അല്ലേ? 10 രൂപ കിട്ടി. അപ്പോൾ അത് 100ൻ്റെ മുകളിൽ 10 രൂപയും കൂടെ ആഡ് ചെയ്ത് ആ വർഷാവസാനത്തിൽ 10 രൂപ എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് പലിശ കിട്ടിയതിന് ശേഷം മുതലിനോട് അതുകൂടെ ചേർത്തിട്ട് അടുത്ത വർഷത്തെ പലിശ. അപ്പോൾ അടുത്ത വർഷത്തെ പലിശ 100 രൂപക്കല്ല കണക്ക് കൂട്ടുന്നത്. ഏത് രൂപക്കാണ്? 110 രൂപക്കാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ മുതലിനോടൊപ്പം വർഷാവസാനത്തിൽ ലഭിക്കുന്ന പലിശയും കൂടി ചേർത്ത് തൊട്ടടുത്ത വർഷത്തെ പലിശ കണക്കാക്കുന്ന രീതിയാണ് കൂട്ടുപലിശ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്താണ്? PNR/100, അല്ലേ? PNR/100 എന്ന് പറഞ്ഞാൽ എന്താണ്? P എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൾ. N എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ്, സമയപരിധിയിലെ കാലം എത്രയാണ്, എത്ര വർഷത്തേക്കാണ് ഇട്ടിരിക്കുന്നത്. R എന്ന് പറയുന്നത് എന്താ? പലിശ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് കണക്ക് കൂട്ടാൻ പറ്റുന്നത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ സാധാരണ പലിശ അല്ലെങ്കിൽ വെറും പലിശ 2 വർഷത്തേക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എന്തായി കണക്ക് കൂട്ടണം? സിമ്പിൾ ഇൻട്രസ്റ്റായി കണക്ക് കൂട്ടണം. കൂട്ടുപലിശ എന്ന് തന്നില്ലെങ്കിൽ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റായി കണക്ക് കൂട്ടി നമുക്ക് ചെയ്യാവുന്നുള്ളൂ. PNR/100. അപ്പോൾ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ലെഫ്റ്റ് ഹാൻഡ്. സാധാരണ പലിശ കണ്ടുപിടിക്കുന്നതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? സാധാരണ പലിശ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന ആ ഒരു പദമാണ് ലെഫ്റ്റ് സൈഡിൽ. കാരണം ഇത് കൂട്ടുപലിശയിലേക്ക് വരുമ്പോൾ എമൗണ്ട് ആവും, അല്ലേ? അതുകൊണ്ട് ശ്രദ്ധിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? PNR/100. P എന്ന് പറയുന്നത് പ്രിൻസിപ്പളാണെന്ന് പറഞ്ഞാൽ N നമ്പറാണെന്ന് പറഞ്ഞാൽ R റേറ്റ് ആണെന്ന് പറഞ്ഞു /100. കൂട്ടുപലിശൻ്റെ ഇക്വേഷൻ എന്താ? A = P × 1 + R/100 കാരണം ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഡയറക്റ്റുള്ള ഫോർമുല ഇല്ലാഞ്ഞിട്ടില്ല, പക്ഷേ ഇതാണ് ഏറ്റവും കോംപ്ലിക്കേഷൻ കുറഞ്ഞ ഫോർമുല. അതുകൊണ്ട് എമൗണ്ട് ഈ 2 വർഷം കഴിഞ്ഞിട്ട് കൂട്ടുപലിശയാണെങ്കിൽ 5000 രൂപ 5% ഇൻട്രസ്റ്റ് റേറ്റിലുള്ള കൂട്ടുപലിശയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആദ്യം എമൗണ്ട് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് നമ്മുടെ മുതലിനെ കുറക്കുക. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുക. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് കൂട്ടുപലിശയിൽ എന്താണ്? P × 1 + R/100 അപ്പോൾ ഇതിലും Pയും Rഉം Nഉം ഒക്കെ സെയിം തന്നെ, പക്ഷേ ഈ പറയുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇതിൽ കൂട്ടുപലിശ കണ്ടുപിടിക്കാനാണ് P × 1 + R/100 എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? ഈ കിട്ടിയിരിക്കുന്ന എമൗണ്ട് മൈനസ് നമ്മുടെ തുകയാണ്, അല്ലേ? ഷോർട്ട് കട്ട്. സാധാരണ പലിശ N വർഷം R പലിശ നിരക്കാണെങ്കിൽ, ഇതിപ്പോൾ ചില ചോദ്യങ്ങൾ അങ്ങനെ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് കട്ട് പറയുന്നത്. സാധാരണ പലിശ N വർഷം, സാധാരണ പലിശയിൽ N എന്ന് പറഞ്ഞ വർഷം
എത്ര വർഷമാണ്? n വർഷങ്ങൾ. 6 എന്ന് പറഞ്ഞ പലിശ നിരക്ക്. അങ്ങനെയാണെങ്കിൽ n വർഷം കൊണ്ട് തുക ഇരട്ടിയായാൽ എത്രയാണ് റേറ്റ്? n വർഷം കൊണ്ട് തുക ഇരട്ടിയായാൽ സാധാരണ പലിശയിൽ റേറ്റ് കണ്ടുപിടിക്കുക 100/n കണ്ടുപിടിച്ചാൽ മതി. വേറെ ഒന്നുമില്ല. n വർഷം കൊണ്ട് തുക ഇരട്ടിയായാൽ റേറ്റ് എത്ര എന്ന് ചോദിക്കും. ഇപ്പോൾ 5 വർഷം കൊണ്ട് തുക ഇരട്ടിയായി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് n വർഷം കൊണ്ട് തുക ഇരട്ടിയായാൽ ഒരു സാധാരണ പലിശയിൽ എത്രയാണ്? റേറ്റ് എന്ന് പറയുന്നത് 100/n. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു 100/n. n വർഷം കൊണ്ട് തുക ഇരട്ടിയായാലാണ്. n വർഷം കൊണ്ട് തുക 3 ഇരട്ടിയായാൽ എന്താണ്? r ഈക്വൽ ടു 200/n ആണ്. 200 ഒന്ന് കുറച്ചാൽ മതി. മുകളിൽ ന്യൂമറേറ്ററിൽ 200/n. 3 എന്ന് പറയുമ്പോൾ 1 മാർക്ക് 200 എന്നാക്കുക. തുക ഇരട്ടിയായാൽ 100/n ആണ്. അപ്പോൾ 3 ഇരട്ടിയായാൽ 200/n. ഇതെന്താണ് കണ്ടുപിടിക്കുന്നത്? 6 ആണ് കണ്ടുപിടിക്കുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. n വർഷം കൊണ്ട് തുക 4 ഇരട്ടിയായി. അതായത് ഞാൻ ഇട്ട തുക, ഞാൻ അതിൽ നിക്ഷേപിച്ച തുക 4 ഇരട്ടിയായാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമുള്ള ഫോമുല എന്താണ്? 4 എന്ന് പറയുമ്പോൾ 1 കുറക്കാം, 300/n ആണ്. മനസ്സിലായില്ലേ? ഇതൊന്ന് ഓർത്ത് വെക്കണേ. ഈ പറയുന്ന ഫോമുലാസ് ഇമ്പോർട്ടൻറ്റ് ഫോമുലാസ് ആണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. സാധാരണ പലിശ നിരക്കിൽ നമ്മൾ 5 വർഷം കൊണ്ട് തുക 3 ഇരട്ടിയായി. അങ്ങനെയെങ്കിൽ ആ സ്കീമിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര എന്ന് ചോദിച്ചാൽ, പലിശ നിരക്ക് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കണം? 3 ഇരട്ടിയായി എന്നാണ് പറയുന്നത്. 200/ ഇതിൽ n എത്രയാണ്? 5 ആണ്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ കേസിൽ 5 ആണ് അല്ലേ? 6% നിരക്കിൽ തുക ഇരട്ടിയായാൽ തിരിച്ച് ഇതും എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് സെയിം കാര്യമാണ് ഇപ്പം അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് n-ഉം 6-ഉം ഇപ്പോൾ n വർഷം കൊണ്ട്, അപ്പോൾ 5 വർഷം കൊണ്ട് തുക ഇരട്ടിയായാൽ എത്രയാണ്? 100/n. എത്രയാണ്? 100/5 എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. നേരെ മറിച്ച് 10% നിരക്കിൽ, സാധാരണ പലിശ നിരക്കിൽ 10% നിരക്കിൽ തുക ഇരട്ടിയായാൽ, പ്രിൻസിപ്പിൾ ഇരട്ടിയായാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചിട്ടാൽ മതി. n = 100/r. അപ്പോൾ r എന്താണ്? r വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ n എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 100/r തന്ന വാല്യൂ എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ തുക 3 ഇരട്ടിയായാൽ എന്താ? 200/r. അതുപോലെ തന്നെ തുക 4 ഇരട്ടിയായാൽ 300/r. അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ ആലോചിച്ച് കഴിഞ്ഞാൽ തിരിച്ചു മറിച്ച് നമുക്ക് ഇടാൻ പറ്റും. സാധാരണ പലിശ നിരക്കിൽ 2 വർഷം കൊണ്ട് തുക ഇരട്ടിയായാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 100/2 എന്നാവും. അടുത്തത് 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ്, ഇക്വേഷനാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു r/100² p എന്നാണ്. അപ്പോൾ 6 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് അറിയാം. അപ്പോൾ 2-3 വർഷത്തേക്കുള്ളതും ഉണ്ട്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 വർഷത്തേതൊരു കോമൺ ക്വസ്റ്റ്യനാണ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? r/100² p. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പം ഈ ഒരു ഇക്വേഷൻ ഇട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ പ്രിൻസിപ്പിൾ ഒരു എമൗണ്ട് 5000 രൂപ ഇത്ര റേറ്റിൽ 5% റേറ്റിൽ എന്താണ് നിക്ഷേപിച്ചു, 2 വർഷത്തേക്ക് നിക്ഷേപിച്ചിരുന്നു. അതിൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 വർഷത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വ്യത്യാസം, അതായത് കൂട്ടുപലിശയുടെയും അതുപോലെ തന്നെ സാധാരണ പലിശയുടെയും വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഫോമുല എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു p ഇൻറ്റു പ്രിൻസിപ്പിൾ അറിയാം 5000 ആണ് അല്ലേ? r/100² അല്ലേ? r/100² ആണ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ റേറ്റ് നമുക്ക് 5% എന്ന് പറയാം, p എന്ന് പറഞ്ഞാൽ 5000 ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം, സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസത്തിന് p ഇൻറ്റു r/100². ഇതിന് എന്താണ് കണ്ടീഷൻ? എന്താണ്? 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ 2 വർഷത്തേക്ക് ഒരു 5000 രൂപ 5% കൂട്ടുപലിശയിലും അതുപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിലും ഇടുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഏത് ഇക്വേഷൻ ഇടണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു r/100² p. r റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. r/100² p. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. അതായത് ചോദ്യങ്ങൾ എങ്ങനെയാണ് കോംപ്രിഹെൻഡ് ചെയ്യണമെന്ന് നോക്കാം. അതും ഈ പറഞ്ഞ അധികം ചോദ്യം ചെയ്ത് നോക്കിയിട്ടല്ല, പക്ഷേ എന്താണ് ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് നോക്കലാണ്. ഒരാൾ 5000 രൂപ 5% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് അയാൾക്ക് ലഭിക്കുന്ന തുക എന്ത്? ഇപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞത്. എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? PNR/100 ആണ് അല്ലേ? അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോമുല എന്ന് പറയുന്നത് PNR/100 ആണ്. ഇപ്പോൾ 5000 അറിയാം. 5000 ഇൻറ്റു എത്ര വർഷമാണ്?
2 വർഷം 3 വർഷമാണ് അല്ലേ. 3 വർഷം ഇൻറ്റു റേറ്റ് എത്ര 5 ആണ്. 5000 ഇൻറ്റു 3/100 ഇൻറ്റു 5. ഈ പറയുന്ന ഉത്തരം പ്ലസ് 5000 ഇതെന്താണ്? പ്രിൻസിപ്പൾ അല്ലേ. അപ്പോൾ പ്രിൻസിപ്പിൾ പ്ലസ് എന്താണ്? പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് എന്ത്? എമൗണ്ട്. അപ്പോൾ 3 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5000 പ്ലസ് ഇപ്പോൾ PNR/100 എന്ന് പറഞ്ഞ് കിട്ടുന്ന വാല്യൂ ആണ്. അപ്പോൾ തിയറിറ്റിക്കലി ഇത് മനസ്സിലാക്കാമെന്ന് മാത്രമാണ്. ക്വസ്റ്റിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് ഇക്വേഷൻ എപ്പോഴും തുടങ്ങാനൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. എന്ത് ചോദ്യം ചെയ്താലും നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ തന്നിട്ടുണ്ട്, ബേസിക് കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളത്. ഇത് എമൗണ്ട് ആണോ പ്രിൻസിപ്പിളാണോ? ഇത് പ്രിൻസിപ്പിളാണ്. ഇതെന്താണ്? റേറ്റ് ആണ്. അതുപോലെ തന്നെ 3 എന്ന് പറയുന്നത് വർഷമാണ്, അല്ലെങ്കിൽ നമ്പർ N ആണ്, അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇതൊക്കെ മനസ്സിലാക്കി ഒരു ക്വസ്റ്റ്യനിലേക്ക് നമ്മളൊരു ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോർമുലയിലേക്ക് ഇടുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ PNR/100 മാത്രം പോരാ, തുക എത്ര ലഭിക്കും 3 വർഷം കഴിഞ്ഞ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മുതലിൻ്റെ കൂടെ ഈ പറഞ്ഞ കിട്ടിയ പലിശയും കൂടെ ചേർത്തിട്ടാണ് തുക കണക്കാക്കുക അല്ലേ. സാധാരണ പലിശയിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായാൽ പലിശ നിരക്ക് എത്ര എന്നൊക്കെയാണ്. ഇതിനും എന്താണ്? സാധാരണ പലിശയിൽ നിക്ഷേപിച്ച തുക 8 വർഷം കൊണ്ട് ഇരട്ടിയായി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇരട്ടിയായാൽ ഇരട്ടിക്കാണ് ചെയ്യുന്നത് അല്ലേ. ഇരട്ടിയായാലുള്ള ഇക്വേഷൻ എന്താണ്? ഇപ്പോൾ സാധാരണ പലിശ നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ പലിശ നിരക്ക് മാത്രമാണെങ്കിൽ ഇങ്ങനെയുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 8 വർഷം കൊണ്ട് ഇരട്ടിയായി. അപ്പോൾ പലിശ നിരക്ക് എത്ര? 8 N അപ്പോൾ എത്രയാണ്? 8 വർഷം അല്ലേ. പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇരട്ടിയായാൽ എന്താണ്? 200/6 എന്നാണോ, അല്ലെങ്കിൽ 200/N എന്നാണോ? അല്ല. സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയായാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100/N ആണ് അല്ലേ. കാരണം 100 എത്ര വർഷം കൊണ്ടാണ് ഇരട്ടിയായത്? 8 ആണ്. അപ്പോൾ 12 എത്ര കിട്ടും? ഇത് 100 എന്ന് പറയുന്നത് എത്രയാണ്? 50, 4 4 2 25 25/2 എന്ന് പറഞ്ഞാൽ 12.5% അല്ലേ. 12.5%. അപ്പോൾ റേറ്റ് എത്രയാണ്? 12.5%. മനസ്സിലായില്ലേ? N 8 വർഷം എടുത്തു അല്ലേ. എത്ര വർഷം കൊണ്ടാണ് ഇരട്ടിയാകുന്നത്? 8 വർഷം കൊണ്ടാണ് ഇരട്ടിയാകുന്നത്. എന്താണ് ഇക്വേഷൻ ഉള്ളത്? റേറ്റ് കണ്ടുപിടിക്കാൻ N വർഷം കൊണ്ട് ഇരട്ടിയായാൽ റേറ്റ് എത്രയാണ്? 100/N. ഇപ്പോൾ നേരെ മറിച്ച് ഇത് 3 ഇരട്ടിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? 200/N. അപ്പോൾ 4 ഇരട്ടിയായ എന്താ? 300/N ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ ഇരട്ടിയായാൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇക്വേഷൻ ഡീൽ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കണം. ഒരു തുക 15% പലിശ നിരക്ക് 4 ഇരട്ടിയാകാൻ എത്ര വർഷമാണ്? ഇതിൽ N ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴും എന്താണ്? 4 ഇരട്ടി എന്ന് പറയുമ്പോൾ എന്താ? 300. സാധാരണ പലിശ നിരക്കാണ്. 300/6 ആണ് അല്ലേ. അപ്പോൾ 6 എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 15%. 300/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300/15 20 വർഷം. ഇത് മനസ്സിലാവാത്ത പ്രശ്നങ്ങളില്ലല്ലോ. ഇനി അടുത്തൊരു ചോദ്യം. 7000 രൂപക്ക് 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം. ഇത് കണ്ടില്ലേ? ചോദ്യം വന്നു കണ്ടില്ലേ? നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഇക്വേഷനുമായി ബന്ധപ്പെട്ടാണ്. 7000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിഫറൻസ് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? 2 വർഷത്തേക്കാണ്. 2 വർഷമാണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. P/R/100 ഹോൾ സ്ക്വയർ ആണ്. P/R/100 അപ്പോൾ ചോദ്യം എന്താണ്? 7000 രൂപ പ്രിൻസിപ്പൾ, 10% 6, വേറെ ഒന്നും ഇതിൽ വേണ്ട അല്ലേ. അപ്പോൾ 7000 × 10/100 ഹോൾ റേസ് ടു 2 എന്നാണ്. അപ്പോൾ 70 രൂപ കിട്ടി. ഒരു തുക സാധാരണ പലിശ പ്രകാരം 8 വർഷം കൊണ്ട് ഇരട്ടിയായി. അത് മുടക്കുമുതലിൻ്റെ 8 ഇരട്ടിയാകാൻ എത്ര വർഷം വേണം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പൊതുവെ നമുക്ക് തൽക്കാലം കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്ന് പറയുന്നത് ആദ്യ വർഷം 7%, രണ്ടാം വർഷം 5%, മൂന്നാം വർഷം 9%, നാലാം വർഷം 4% പലിശ നിരക്ക്. സാധാരണ പലിശ നിരക്കാണ്. 20,000 രൂപയാണെങ്കിൽ 4 വർഷത്തെ സാധാരണ പലിശ നിരക്ക് എത്രയാണ്? ആദ്യ വർഷം 7% എന്ന് പറഞ്ഞു, രണ്ടാമത്തെ വർഷം 5%, മൂന്നാമത്തെ വർഷം 9%, നാലാമത്തെ വർഷം 4%. എല്ലാം വ്യത്യാസമാണ് അല്ലേ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഈ 4 വർഷത്തേത് നമ്മൾ PNR/100 100 4 അല്ലേ. N 4, P എത്രയാണ്? 20,000 രൂപയാണെന്ന് പറയുന്നു. 6 എന്താണ്? വ്യത്യസ്തമായ റേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വ്യത്യസ്തമായ റേറ്റുകളെല്ലാം സം ചെയ്യുക. അപ്പോൾ 7 + 5 + 9 + 4 ഈ പറയുന്ന എല്ലാ റേറ്റും സമയം 25% എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അത് 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 4 വർഷം ഓരോ വർഷവും വ്യത്യസ്തമാണെങ്കിലും PNR/100 എന്ന് പറഞ്ഞ ഫോർമുലയിൽ എന്തിടണം?
ഈ പറയുന്ന എല്ലാ റേറ്റും കൂടെ സം ചെയ്തിട്ടാൽ മതി. അപ്പോൾ 25% ആണെങ്കിൽ പിന്നെ PNR/100 എന്ന സാധാരണ രീതിയിൽ ചെയ്താൽ മതി. ഇപ്പം 400 രൂപ കൂട്ടുപലിശ രീതിയിൽ 2 വർഷം കൊണ്ട് 441 രൂപയായാൽ പലിശ നിരക്ക് എത്ര ശതമാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സാധനത്തിൽ എന്താണ് 400 രൂപ കൂട്ടുപലിശ രീതിയിൽ 2 വർഷം കൊണ്ട് 441 ഇത് ഇൻട്രസ്റ്റ് ആണോ? അല്ല. കാരണം എന്താണ് 400 രൂപ കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ എത്രയാണ്? 400 അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് അതിലും കൂടുമോ? ഇല്ല. എമൗണ്ട് എത്രയാണ്? 441. അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വഴി എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ അല്ലേ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ എത്രയാണ്? 41. അപ്പോൾ എത്ര ശതമാനമാണ് റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? ഇപ്പോൾ എമൗണ്ട് ഇപ്പോൾ 441 തന്നതുകൊണ്ട് നേരിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എമൗണ്ട് ഈക്വൽ ടു P × 1 + R/100 അപ്പോൾ P എത്രയാണ്? 400 × 1 + R/100 എത്ര വർഷമാണ്? 2 വർഷമല്ലേ? 2 വർഷം. ഇത് എളുപ്പമല്ലേ? അങ്ങനെ PA × ഇതിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പറയാം എന്താ സംഭവം എന്നുള്ളത്. ഈ ചോദ്യം നോക്കൂ. 400 രൂപ കൂട്ടുപലിശ രീതിയിൽ 2 വർഷം കൊണ്ട് 441 രൂപയായി അല്ലേ? അപ്പോൾ ഈ എമൗണ്ട് എന്ന് പറയുന്നത് 451 അല്ലേ? കൂട്ടുപലിശ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ പൈസ, മുതലിന് മുകളിലും കിട്ടിയ പൈസ എത്രയാണ്? 441. അപ്പോൾ ഇതിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതായത് 41 രൂപ. കാരണം എന്താ? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പളാണ് എത്ര? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 441 രൂപ എന്ന് പറയുന്നത് കൂട്ടുപലിശ കൂടെ ചേർത്ത എമൗണ്ടാണ് അല്ലേ? പൈസയാണ്. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് 451. A = 441. P എന്ന് പറയുന്നത് 400. 1 + R/100 എന്ന് പറഞ്ഞ് 2 വർഷം കൊണ്ട് എന്ന് പറയുന്നത്. 2 വർഷം കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ 2. അപ്പോൾ 6 കണ്ടുപിടിക്കേണ്ടത്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഉത്തരം കിട്ടും. അപ്പോൾ ഇതിലത്തെ ബേസിക് കാര്യങ്ങൾ ചിലപ്പോൾ സ്ഥിരമായി വരുന്ന ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ചോദ്യങ്ങൾ ചെയ്തിട്ടില്ല, പക്ഷേ ഇക്വേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബേസാണിത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഹെൽപ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ തൽക്കാലം ഒരു സ്റ്റാർട്ടിങ് എന്താ പറയുക, ഒരു മൂഡ് സെറ്റ് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ക്ലാസ് ഒന്നുകൂടെ കേൾക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടുള്ള ഫോർമുലാസ് എപ്പോഴും പഠിക്കുക. എപ്പോഴും ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഫോർമുലാസാണ്. ഒരുപാട് ട്രിക്കും മറ്റു കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ PNR/100 എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുലയാണ്. 2 വർഷത്തേക്ക് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് P × R/100 N സ്ക്വയർ എന്ന് പറഞ്ഞ എന്നല്ല സ്ക്വയർ എന്ന് പറഞ്ഞ ഫോർമുലയാണ്. അതുപോലെ തന്നെ ഒരു തുക സാധാരണ പലിശയിൽ 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് 2 ഇരട്ടിയായാൽ എന്ന് പറഞ്ഞാൽ 100/n ആണ് അതിൻ്റെ റേറ്റ്. മനസ്സിലായില്ലേ? റേറ്റ് കണ്ടുപിടിക്കുക 100/n ആണ്. അതേപോലെ ഒരു തുക സാധാരണ പലിശ നിരക്കിൽ 8 വർഷം കൊണ്ട് 3 ഇരട്ടിയായാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 200/8 ആണ് അതിൻ്റെ പലിശ നിരക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഫോർമുലാസ് പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.